ഹായ് ഹലോ വെൽക്കം ടു ഫൂട്ടി അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ സ്പാനിഷ് കരുത്തരായ FC ബാഴ്സലോണക്ക് സാധിച്ചിട്ടുണ്ട്. 2-3 ഗോളുകൾക്കാണ് ജർമ്മൻ ക്ലബ്ബായ ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെ അവർ പരാജയപ്പെടുത്തിയത്. ആവേശകരമായ ഒരു മത്സരം തന്നെയാണ് അരങ്ങേറിയിട്ടുള്ളത്. മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ ഗോളുകളൊന്നും പിറന്നിരുന്നില്ല. എന്നാൽ രണ്ടാം പകുതിയിൽ 53-ാമത്തെ മിനിറ്റിൽ ഡാനി ഓൾമോയുടെ അസിസ്റ്റിൽ നിന്ന് റാഫീഞ്ഞയാണ് ബാഴ്സയ്ക്ക് വേണ്ടി ആദ്യം വലകുലുക്കിയത്. പക്ഷേ 60-ാമത്തെ മിനിറ്റിൽ ബൊറൂസിയയ്ക്ക് അനുകൂലമായിക്കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചു. ഗിറാസി അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. പിന്നീട് 75-ാമത്തെ മിനിറ്റിൽ ഫെറാൻ ടോറസിന്റെ ഒരു ഗോൾ പിറക്കുകയായിരുന്നു. ഫെർമിൻ ലോപ്പസിന്റെ അസിസ്റ്റിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഗോൾ പിറന്നത്. എന്നാൽ 3 മിനിറ്റിന് ശേഷം ബൊറൂസിയ വീണ്ടും തിരിച്ചടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഗിറാസി വീണ്ടും അവർക്ക് വേണ്ടി ഗോൾ നേടുകയായിരുന്നു. അവിടെ യഥാർത്ഥത്തിൽ ബാഴ്സയുടെ ആ ഒരു ഹൈലൈൻ ഡിഫൻസ് തിരിച്ചടിയായി എന്ന് പറയേണ്ടി വരും. പക്ഷേ 85-ാമത്തെ മിനിറ്റിൽ വീണ്ടും ഫെറാൻ ടോറസ് ബാഴ്സയുടെ രക്ഷകനാവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ലാമിൻ യമാലിന്റെ ഒരു L2 പാസ് ഉണ്ടായിരുന്നു. അത് കൃത്യമായി ഫിനിഷ് ചെയ്യാൻ ഫെറാൻ ടോറസിന് സാധിക്കുകയായിരുന്നു. സമീപകാലത്ത് ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന താരമാണ് ഫെറാൻ ടോറസ്. പക്ഷെ അതിനൊക്കെ മറുപടി ഇന്നലത്തെ ഈ ഒരു ഇരട്ട ഗോളോട് കൂടി നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം റാഫീഞ്ഞയുടെ പ്രകടനമാണ്. അദ്ദേഹം മികച്ച രൂപത്തിൽ ഇപ്പോൾ കളിക്കുന്നു. ഈ സീസണിൽ 17 ഗോളുകളും 10 അസിസ്റ്റുകളും അദ്ദേഹം ബാഴ്സലോണക്ക് വേണ്ടി സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. 23 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ ഗംഭീര പ്രകടനം അദ്ദേഹം തുടരുന്നു. 6 ഗോളുകൾ 2 അസിസ്റ്റുകൾ എന്നിവ ചാമ്പ്യൻസ് ലീഗിൽ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മിന്നുന്ന പ്രകടനമാണ് അദ്ദേഹം അവസാനത്തെ മത്സരങ്ങളിൽ നിന്നായി പുറത്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ലീഗിലെ മറ്റു റിസൾട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റി വീണ്ടും പരാജയപ്പെട്ടിട്ടുണ്ട്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് യുവന്റസ് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ 53-ാമത്തെ മിനിറ്റിൽ ഡുസാൻ വ്ലഹോവിച്ച് ഒരു ഹെഡർ ഗോൾ നേടുകയായിരുന്നു. പിന്നീട് 75-ാമത്തെ മിനിറ്റിലാണ് വെസ്റ്റേൺ മക്കന്നിയുടെ ഒരു ഗോൾ പിറക്കുന്നത്. ഒരു തകർപ്പൻ അക്രോബാറ്റിക് ഗോളാണ് മക്കന്നി സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ 2 ഗോളുകളാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇപ്പോൾ തോൽവി സമ്മാനിച്ചിട്ടുള്ളത്. സമീപകാലത്ത് മോശം പ്രകടനം മാഞ്ചസ്റ്റർ സിറ്റി നടത്തുകയാണ്, അത് തുടരുകയും ചെയ്യുന്നുണ്ട്. അവസാനമായി കളിച്ച 10 മത്സരങ്ങളിൽ കേവലം ഒരെണ്ണത്തിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 23 ഗോളുകളാണ് ഈ മത്സരങ്ങളിൽ നിന്നും മാഞ്ചസ്റ്റർ സിറ്റി വഴങ്ങിയിട്ടുള്ളത്. അത്രയും പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം മറ്റൊരു UCL മത്സരത്തിൽ AC മിലാൻ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. 1-നെതിരെ 2 ഗോളുകൾക്കാണ് റെഡ് സ്റ്റാർ ബെൽഗ്രേഡിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. റഫേൽ ലിയാവോ, ടാമി അബ്രഹാം എന്നിവരാണ് അവർക്ക് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ മൊണാക്കോയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്താൻ ഇപ്പോൾ ഇംഗ്ലീഷ് കരുത്തരായ ആഴ്സണലിന് കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി ബുക്കയോ സാക്കയും കായ് ഹാവേഴ്സുമാണ് തിളങ്ങിയിട്ടുള്ളത്. ബുക്കയോ സാക്ക 2 ഗോളുകളും 1 അസിസ്റ്റും നേടി. ഹാവേഴ്സ് 1 ഗോളും 1 അസിസ്റ്റുമാണ് ഈ ഒരു മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു റിസൾട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെതാണ്. അവർ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. 1-നെതിരെ 3 ഗോളുകൾക്കാണ് സ്ലോവനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഹൂലിയൻ ആൽവരസ് 1 ഗോൾ നേടിയിട്ടുണ്ട്. അന്റോയിൻ ഗ്രീസ്മാൻ ഇരട്ട ഗോളുകളാണ് മത്സരത്തിൽ നേടിയിട്ടുള്ളത്. തകർപ്പൻ പ്രകടനമാണ് അന്റോയിൻ ഗ്രീസ്മാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഏതായാലും നിലവിലെ പോയിന്റ് പട്ടിക കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 1-ാം സ്ഥാനത്ത് ലിവർപൂൾ തന്നെയാണ്. 2-ാം സ്ഥാനത്താണ് ഇപ്പോൾ FC ബാഴ്സലോണയുള്ളത്. 6 മത്സരങ്ങളിൽ 5ലും വിജയിച്ച അവർക്ക് 15 പോയിന്റ് ഉണ്ട്. ആഴ്സണൽ നിലവിൽ 3-ാം സ്ഥാനത്താണുള്ളത്. അതുപോലെ തന്നെ ലെവർക്യൂസൻ 4, ആസ്റ്റൺ വില്ല 5, 6-ാം സ്ഥാനത്ത് ഇന്റർ മിലാൻ വരുന്നു. ഇനിയിപ്പോൾ മറ്റു ടീമുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ റയൽ മാഡ്രിഡ് 20-ാം സ്ഥാനത്താണ് ഉള്ളത്. മാഞ്ചസ്റ്റർ സിറ്റി അതിനേക്കാൾ മോശമാണ്, 22-ാം സ്ഥാനത്താണുള്ളത്. PSG 25-ാം സ്ഥാനത്താണ് തുടരുന്നത്. ഇങ്ങനെയാണ് ഇപ്പോൾ UCLിലെ ഒരു പോയിന്റ് പട്ടിക വരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.